ഹലോ, അപ്പോൾ നമുക്ക് നല്ല ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ലോലിപോപ്പ് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ലോലിപോപ്പ് തയ്യാറാക്കാനായിട്ട് ഞങ്ങൾക്ക് ചിക്കൻ്റെ വിങ്സാണ് വേണ്ടത്. ഒരു വിങ്സിൽ നിന്ന് ഞങ്ങൾക്ക് 2 ലോലിപോപ്പ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വിങ്സ് ഞങ്ങൾക്ക് ഇതൊന്ന് 2ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 വിങ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ 6 പീസ് ലോലിപോപ്പ് തയ്യാറാക്കാൻ പറ്റും. ഇനി ചിക്കൻ്റെ കൊട്ടിൽ നിന്ന് ഇറച്ചി ഇതുപോലെ ഒന്ന് ചിരണ്ടിയിട്ട് മുകളിലേക്കാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ 2 കൊട്ടുള്ള പീസാണെങ്കിൽ ഇറച്ചി മുകളിലേക്ക് ആക്കിയതിന് ശേഷം ആ കൊട്ട് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഞങ്ങൾക്ക് ബാക്കിയുള്ള പീസൊക്കെ ചെയ്തെടുക്കാം. ഇനി ഞങ്ങൾക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാനുള്ളത് 2 ടീസ്പൂൺ മുളക് പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂണ് സോയാ സോസ്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 2 ടീസ്പൂൺ വേണം. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ വിനെഗറാണ്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞങ്ങൾ നേരത്തെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് 2 മണിക്കൂർ വെക്കാം. ഇനി ഞങ്ങൾക്കൊരു ബാറ്റർ കൂടെ തയ്യാറാക്കി എടുക്കാം. 1/2 കപ്പ് മൈദയിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചത്, പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് സോയാ സോസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട ഉടച്ച് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് ബാറ്റർ രൂപമാക്കി മാറ്റാം. ഇനി നേരത്തെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കന് ഓരോന്നും ഈ ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചീനച്ചട്ടിയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു സൈഡ് ആയതിനു ശേഷം ഞങ്ങൾക്ക് ഇതൊന്ന് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ അങ്ങനെ ഇത് ചിക്കൻ വേവുന്ന വരെ ഞങ്ങൾക്ക് ഇത് മറിച്ചും തിരിച്ചും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇത് ഓയിലിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ചെറുങ്ങനെ ആറിയതിന് ശേഷം ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതിൻ്റെ പിടിക്കുന്ന സ്ഥലം, അതായത് ലോലിപോപ്പിൻ്റെ ഈ സ്ഥലത്ത് ഞങ്ങൾക്ക് ഫോയിൽ വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കനിലൊക്കെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ സ്നാക്സ് ആക്കിയിട്ടൊക്കെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണാം. അതിലേക്കും അസ്സലാമു അലൈക്കും, സ്റ്റേ ട്യൂൺഡ്.